Madhu, the problem with Cochin Shipyard is that you guys don't seem to believe in yourself the way we believe in you. 400 കപ്പലുള്ള കമ്പനിയാണ് ക്ലിപ്പ ഗ്രൂപ്പ് അന്ന്. അവർ ലോകത്ത് പലയിടത്തും ഷിപ്പ് പണിതുണ്ട്. അവർ കാണുമ്പോൾ ഈ ഷിപ്പ്യാർഡിന് ഇത് ചെയ്യാം. നമ്മൾ ഒരുപാട് ആസ്പിറേഷൻസും ആംബിഷൻസും ഒരു സ്ഥാപനത്തിൽ ജോയിൻ ചെയ്യണം എന്ന് പറഞ്ഞ് വന്ന് കുറച്ച് കഴിയുമ്പോൾ കാണുന്നത് സേവ് അവർ ഷിപ്പ്യാർഡ് എന്ന് പറഞ്ഞ് തെരുവിലിറങ്ങി MG റോഡിൽ നടക്കേണ്ട ഒരു സിറ്റുവേഷൻ. കഴിഞ്ഞ 35 വർഷമായിട്ട് സ്ഥിരം തൊഴിലാളികൾ ഒരു ദിവസം പോലും സമരം ചെയ്തിട്ടില്ല കൊച്ചിൻ ഷിപ്പ്യാർഡിൽ. കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ ഒരു സിംഗിൾ ഫ്രേസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എൻ ഓണസ്റ്റ് കമ്പനി, ഇറ്റ്സ് എ ക്ലീൻ കമ്പനി. ശ്രീധരൻ സാറ് 11 മാസക്കാലേ ഷിപ്പ്യാർഡിൻ്റെ ചെയർമാനായിട്ട് ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ ശ്രീധരൻ സാറാണ് ഒരു ടെക്നോ മാനേജർ എന്നുള്ളതിൽ ഷിപ്പ്യാർഡിൽ ഫസ്റ്റ് ഒരു ബിലീഫ് ക്രിയേറ്റ് ചെയ്ത് ആദ്യത്തെ കപ്പലായ റാണി പത്മിനി ലോഞ്ച് ചെയ്യുന്നത്. ഇന്ന് 10-45 കപ്പലാണ് കൊച്ചിൻ ഷിപ്പ്യാർഡ് എവിടേക്കൊക്കെ വിറ്റിരിക്കുന്നത്. നോർവേ, ജർമ്മനി, നെതർലാൻഡ്സ്, യുണൈറ്റഡ് സ്റ്റേറ്റ്സിലേക്ക് 4 ships ടു ദ US, സൈപ്രസ്, ബഹാമാസ്. അപ്പോൾ ഇവിടേക്ക് എല്ലായിടത്തേക്കും ആൻഡ് ക്വാളിറ്റി വൈസ് ദ ബെസ്റ്റ് ഇൻ ക്ലാസ് ഇൻ ദ വേൾഡ്. ഞാൻ പറഞ്ഞു ഞാൻ നാളെ കാലത്ത് വരും. ഐ വിൽ ബ്രിങ് എ ലെറ്റർ ഓൾസോ ആൻഡ് യു വിൽ ഹാവ് ബോത്ത് ഓപ്ഷൻസ്. എൻ്റെ റെസിഗ്നേഷൻ ലെറ്റർ ആയിരിക്കും. അപ്പോൾ യു ക്യാൻ either take the resignation or allow for the contract to be taken. അടച്ചുപൂട്ടലിൻ്റെ വക്കിൽ നിന്ന് രാജ്യത്തിൻ്റെ അഭിമാനമായി വളർന്ന ഒരു വ്യവസായശാലയുണ്ട് കൊച്ചിയിൽ, കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ്. കൊച്ചി കപ്പൽശാലയുടെ ഈ ടേൺ അറൗണ്ടിന് പിന്നിൽ ഒരു കൊച്ചിക്കാരനുണ്ട്. മഹാരാജാസിലും കുസാറ്റിലും ഒക്കെ പഠിച്ച 38 വർഷത്തോളം കപ്പൽശാലയ്ക്കൊപ്പം നടന്ന 10 വർഷത്തോളം അതിനെ മുന്നിൽ നിന്ന് നയിച്ച മധു എസ് നായർ. കപ്പൽശാലയുടെ പ്രാഥമിക ഓഹരി വിൽപ്പന, രാജ്യം ആദ്യമായി തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത വിമാനവാഹിനി കപ്പൽ INS വിക്രാന്തിൻ്റെ നിർമ്മാണം, അതിൻ്റെ കൈമാറ്റം ഒക്കെ നടന്നത് മധു എസ് നായർ CMD ആയിരുന്ന കാലത്താണ്. അടുത്തിടെ അദ്ദേഹം ഔദ്യോഗിക പദവിയിൽ നിന്ന് വിരമിച്ചു. ഇന്ന് നമ്മുടെ അതിഥി മധു എസ് നായരാണ്. നമസ്കാരം. നമസ്കാരം. ധനം ടൈറ്റൻ ഷോയിലേക്ക് സ്വാഗതം. സേവ് അവർ ഷിപ്പ്യാർഡ് പണ്ട് നമ്മുടെ കൊച്ചിയിലെ പല ചുവരുകളിലും കണ്ട ഒരു മുദ്രാവാക്യമാണ്. അന്നത്തെ കാലത്ത് ഷിപ്പ്യാർഡിലേക്ക് വന്നു. ഇപ്പോൾ താങ്കൾ അതിൻ്റെ CMD പദവിയിൽ നിന്ന് അടുത്തിടെ വിരമിച്ചു. ഇന്നിപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നത് കൊച്ചി ഒരു മാരിടൈം സിറ്റിയാക്കാം ഒന്നൊക്കെയാണ്. അപ്പോൾ ഈ ഒരു മാറ്റം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു തലത്തിലേക്ക് ഷിപ്പ്യാർഡൊക്കെ മാറുമെന്നൊക്കെ ഈ വന്ന കാലത്ത് സങ്കല്പിക്കാൻ പറ്റിയിരുന്നോ? എന്തായിരുന്നു ഉള്ളിൽ ഉണ്ടായിരുന്നത്? നമ്മൾ ഒരുപാട് ആസ്പിറേഷൻസും ആംബിഷൻസും ഒരു സ്ഥാപനത്തിൽ ജോയിൻ ചെയ്യണം എന്ന് പറഞ്ഞ് വന്ന് കുറച്ച് കഴിയുമ്പോൾ കാണുന്നത് സേവ് അവർ ഷിപ്പ്യാർഡ് എന്ന് പറഞ്ഞ് തെരുവിലിറങ്ങി MG റോഡിൽ നടക്കേണ്ട ഒരു സിറ്റുവേഷൻ. ഞാനും ഉണ്ടായിരുന്നു, അതിൻ്റെ കൂടെ നടക്കാനുണ്ടായിരുന്നു. അക്ഷരാർത്ഥത്തിൽ ശരിക്കും പറഞ്ഞ ഒരു വിത്ത് എ ബെഗിങ് ബൗൾ ഇൻ ദ ഹാൻഡ്, ഒരു പിച്ചച്ചട്ടിയായിട്ട് നടക്കുന്നൊരു സിറ്റുവേഷൻ. അന്നത്തെ BIFR-ലേക്ക്, ബ്യൂറോ ഓഫ് ഇൻഡസ്ട്രി ആൻഡ് ഫിനാൻഷ്യൽ റീസ്ട്രക്ചറിങ്ങിലേക്ക് റെഫർ ചെയ്യും എന്നുള്ള ഒരു സമയമൊക്കെ ആയിരുന്നു. അപ്പോൾ ഇതൊരു ഡൈക്കോട്ടമി ആയിരുന്നു. കാരണം ഷിപ്പ്യാർഡിനകത്ത് നോക്കുമ്പോൾ എല്ലാം വളരെ സ്ട്രോങ് ആയിരുന്നു. ആളുകൾ നല്ലത്, നല്ല ഹൈലി സ്കിൽഡ് വർക്ക് ഫോഴ്സ്, നല്ല ഹൈ ക്വാളിറ്റി ഓഫീസേഴ്സ്. കുറച്ച് പേര് കുറച്ച് ഉഴപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് എല്ലാ കാലഘട്ടത്തിലും എല്ലായിടത്തും ഉണ്ടാവുമല്ലോ. പക്ഷേ നമ്മളൊന്നും ഒരു പോയിൻ്റ് ഓഫ് ഇൻഫ്ലുവൻസിൽ നിൽക്കുന്ന ആൾക്കാരല്ല. ജോയിൻ ചെയ്തിട്ട് ഒരു 5-6 വർഷം ആവുന്നേ ഉള്ളൂ ആ സമയമാകുമ്പോഴത്തേക്കും. പക്ഷെ നമുക്ക് അവിടെ ഇതിൻ്റെ കൂടെ നടന്ന് ഈ സേവ് അവർ ഷിപ്പ്യാർഡും അന്നത്തെ ഒരു ട്രാൻസിഷനും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് കുറച്ചെങ്കിലും കഴിഞ്ഞ് ഉള്ളൊരു ഫേസിലാണ് എനിക്കെല്ലാം ഒരു കൂടുതൽ സ്ട്രെങ്ത് അവിടെ കാണുന്നത്. പക്ഷെ ആ ഒരു ടൈമിൽ നമുക്ക് തോന്നിയത് നമ്മുടെ മുമ്പിൽ ഉള്ള ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഓടിപ്പോവും. അതാണ് ഫസ്റ്റ് ഓപ്ഷൻ. അപ്പോൾ പുറമേ ഉള്ളൊരു ഫീല് അതും പറഞ്ഞാലേ അത് മനസ്സിലാവുള്ളൂ. പുറമേ ഉള്ള ഫീല് നമുക്ക് ആ സമയത്തൊക്കെയാണ് കുറച്ചുകൂടി കഴിയുമ്പോൾ തെളിഞ്ഞു വരുന്നത്. ജനറലി ഗവൺമെൻറ് കമ്പനിയാണ്, PSU ആണ്, സമരങ്ങളാണ്, ആളുകളൊന്നും ശരിയായിരിക്കില്ല, അല്ലെങ്കിൽ കമ്പനി അടച്ചുപൂട്ടുന്നത്, അല്ലെങ്കിൽ ആ കമ്പനിയുടെ ഡിഫിക്കൽട്ടി വരുന്നത് അത് കമ്പനിക്കകത്തുള്ള പ്രശ്നങ്ങളായിരിക്കും. നിങ്ങളാരും പണിയെടുക്കാത്തതുകൊണ്ടായിരിക്കും, കള്ളത്തരായിരിക്കും, അല്ലെങ്കിൽ
ജോലി കിട്ടുന്ന എല്ലാം ഇൻഫ്ലുവൻസിലും. അപ്പോൾ ഒരു മൊത്തത്തിൽ ഒരു പബ്ലിക് സെക്ടറിനെ പറ്റിയുള്ള ഒരു പെർസെപ്ഷൻ സൊസൈറ്റിയുടെ പെർസെപ്ഷൻ വളരെ സ്ട്രോങ്. ആ പെർസെപ്ഷൻ നമുക്ക് കുറച്ച് കഴിയുമ്പോഴാണ് നമുക്കത് ഇങ്ങനെയാണല്ലോ പെർസെപ്ഷൻ. നമ്മളതിലൊന്നും അത്ര ബോധേഡല്ലായിരുന്നു, കാരണം നമ്മൾ ആ വഴിയൊന്നും വന്ന ആൾക്കാരല്ല, നമ്മൾ കണ്ട ആരും ആ വഴി വന്ന ആൾക്കാരുമല്ല കപ്പൽശാലകളിൽ. പക്ഷേ സമൂഹത്തിലും പുറത്തുള്ള ഫീൽ അതാണ്, പൈസയ്ക്ക് വേണ്ടി തീരെ ഇല്ല, ശമ്പളം കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഡൽഹിയിൽ പോകേണ്ട ഒരു കാലഘട്ടം എന്നുള്ളതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കിയിരുന്നത്. പക്ഷെ അവിടെ വെച്ചിട്ട് ചില കാര്യങ്ങൾ നടന്നു. ചില കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഒരു ഫിനാൻഷ്യൽ റീസ്ട്രക്ചറിങ് കമ്പനിയിൽ, ഒരു ഫിനാൻഷ്യൽ റീസ്ട്രക്ചറിങ് വിച്ച് വാസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ആ ഫിനാൻഷ്യൽ റീസ്ട്രക്ചറിങ്ങിൽ ചെയ്തത് ശരിക്കും പറഞ്ഞാൽ കൊച്ചിൻ കപ്പൽശാലയുടെ ഒരു ഫിനാൻഷ്യൽ ഇന്നിപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഡിഫിക്കൽട്ടീസ് വന്നത്. സോ ദ ഷിപ്പ്യാർഡ് വാസ് സെറ്റപ്പ് ബൈ ദ സെൻട്രൽ ഗവൺമെൻറ്. അന്ന് ഏതാണ്ട് ഒരു 70-72 കോടി രൂപ മുതൽ മുടക്കിൽ ഒരു ഷിപ്പ്യാർഡ് സെറ്റപ്പ് ചെയ്യണം, ഒരു ഗ്രീൻഫീൽഡ് ഷിപ്പ്യാർഡ്, ദ ഫസ്റ്റ് ഗ്രീൻഫീൽഡ് ഷിപ്പ്യാർഡ് ഇൻ ഇന്ത്യ. അത് സെറ്റപ്പ് ചെയ്യണം എന്ന് പറഞ്ഞാൽ തുടങ്ങിയത്. പക്ഷെ അത് ആ ഷിപ്പ്യാർഡ് സെറ്റപ്പ് ചെയ്യാനായിട്ട് അതിൽ ടൈമും കോസ്റ്റും ഓവർ റൺ വന്നു. ഏതാണ്ട് 140 കോടി രൂപയിലാണ് ആ ഷിപ്പ്യാർഡ് സെറ്റപ്പ് ചെയ്തത്. അത് തന്നെ സമയം കൂടിപ്പോയി. അന്നത്തെ കാലഘട്ടത്തിലെ ഒരു പ്രോജക്റ്റ്, ഇന്ത്യയിലെ പ്രോജക്റ്റ് എല്ലാം അങ്ങനെയായിരുന്നു ഇംപ്ലിമെന്റ് ചെയ്തെടുക്കുക. എന്നാൽ പോലും ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഇതുപോലെ നല്ലൊരു ഷിപ്പ്യാർഡ് സെറ്റപ്പ് ചെയ്തു, പക്ഷേ ടൈമും കോസ്റ്റും കൂടി. അപ്പോൾ ഈ വന്ന എക്സ്ട്രാ പൈസ ഉണ്ടല്ലോ, അതെല്ലാം ആ ന്യൂ ബോൺ കമ്പനിയുടെ മീതെ ഒരു ലോണായിട്ട് ഇമ്പോസ് ചെയ്തു. അങ്ങനെയാണ് അത് വന്നത്. കാരണം ആ കമ്പനിയുടെ നെറ്റ്വർത്ത് അപ്പോൾ തുടങ്ങുന്നത് ഞാൻ ഇറ്റ്സ് ലൈക്ക് എ ന്യൂസ് അറൗണ്ട് എ ന്യൂ ബോൺ ബേബി, അങ്ങനെയാണ് അത് തുടങ്ങിയത്. അത് തുടങ്ങി ഇനീഷ്യൽ ഷിപ്പ് പണിയാനൊന്നും ആർക്കും അറിയില്ല. പലരെയും പുറത്തുനിന്നൊക്കെ റിക്രൂട്ട് ചെയ്തിട്ടുണ്ട്, ഫ്രഷ് ആയിട്ടുള്ള യങ്സ്റ്റേഴ്സിനെ റിക്രൂട്ട് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ബാച്ച്, സെക്കൻഡ് ബാച്ച് എന്ന് പറയുന്ന തൊഴിലാളികളെല്ലാം വളരെ ചെറുപ്പക്കാർ, ചെറുപ്പത്തിൻ്റെതായിട്ടുള്ള എനർജി ഉണ്ട്, പ്രശ്നങ്ങളും ഉണ്ട്, എന്തെങ്കിലും പരിചയസമ്പത്തും ഇല്ല. ഇങ്ങനൊരു സിറ്റുവേഷൻ ആയിരുന്നു നിന്നിരുന്നത്. കുറച്ച് നാൾ കഴിഞ്ഞാണ് ആദ്യത്തെ ചെയർമാൻ ആയിട്ട് വന്നത് അഡ്മിറൽ കൃഷ്ണൻ, ഇന്ത്യ പാകിസ്ഥാൻ വാർ ഹീറോ. കറാച്ചി ഇന്ത്യ ഓക്യുപ്പൈ ചെയ്തപ്പോൾ ഇന്ത്യൻ നേവിയുടെ ഹെഡായിരുന്ന ആളാണ് അഡ്മിറൽ കൃഷ്ണൻ. അദ്ദേഹമായിരുന്നു ഷിപ്പ്യാർഡ് തുടങ്ങിയപ്പോൾ വന്ന ചെയർമാൻ. രണ്ടാമത് വന്ന ചെയർമാൻ ഡോക്ടർ ഇ ശ്രീധരൻ സാർ, നമ്മുടെ മെട്രോമാൻ ശ്രീധരൻ സാർ. ശ്രീധരൻ സാറ് 11 മാസക്കാലേ ഷിപ്പ്യാർഡിൻ്റെ ചെയർമാനായിട്ട് ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ ശ്രീധരൻ സാറാണ് ഒരു ടെക്നോ മാനേജർ എന്നുള്ളതിൽ ഷിപ്പ്യാർഡിലെ ഫസ്റ്റ് ഒരു ബിലീഫ് ക്രിയേറ്റ് ചെയ്ത് ആദ്യത്തെ കപ്പലായ റാണി പത്മിനി ലോഞ്ച് ചെയ്യുന്നത് ശ്രീധരൻ സാറിൻ്റെ ടൈമിലാണ്. പക്ഷേ ആ സമയത്ത് ഞാൻ പറഞ്ഞു കേട്ടിട്ടില്ല, ഞാനൊന്നും ഇല്ലാത്തൊരു സമയമാണ്. അതിൻ്റെ ഡിഫിക്കൽട്ടീസ്, സമരങ്ങളുടെ നാട്, കേരളത്തിനുള്ള ചീത്തപ്പേരാണല്ലോ. ഇന്ന് പോലും ആ ചീത്തപ്പേര് നമുക്ക് മാറ്റാൻ പറ്റിയിട്ടില്ല. സമരങ്ങളുടെ നാട്, ഇവിടെ ഒന്നും നടക്കില്ല എന്ന് എല്ലാവരും വിശ്വസിക്കുന്ന ഒരു സ്ഥലം. ആ ഡിഫിക്കൽട്ടീസും ട്രേഡ് യൂണിയനിസത്തിൻ്റെ നെഗറ്റീവ്സ് നിന്നിരുന്നൊരു കാലഘട്ടം. അപ്പോൾ ഈ ഒരു ഫേസ് കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും ഈ ഒരു ഡിഫിക്കൽട്ട് പാർട്ടിൽ എത്തിയത്. അപ്പോൾ ഇനീഷ്യലി ഒരു ഷിപ്പ്യാർഡിന് എങ്ങനെ കപ്പൽ പണിയണമെന്ന് അറിയില്ല. യങ്സ്റ്റേഴ്സ് ഒരു ഫുള്ളി ഓർഗനൈസ്ഡ് അല്ല. ഫസ്റ്റ് ഷിപ്പ് പണിയാനായിട്ട് ഒരുപാട് സമയം എടുക്കുന്നു, കാരണം ഇത് വലിയ ഷിപ്പായിരുന്നു അന്ന് പണിയേണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ആ ഫസ്റ്റ് ഷിപ്പ് പണിത് വരുമ്പോഴത്തേക്കും, അത് കഴിഞ്ഞിട്ടുള്ള ഇനീഷ്യൽ ഫ്യൂ ഷിപ്സ് കഴിയുമ്പോഴത്തേക്കും ഒരുപാട് നഷ്ടത്തിലേക്ക് പോയി. അന്നത്തെ ഐ എം നോട്ട് ഗെറ്റിംഗ് ഇൻ ടു ദ ഡീറ്റെയിൽ. അന്ന് ആ ഷിപ്പിൻ്റെ വില തീരുമാനിക്കുന്നതെല്ലാം കൊച്ചിൻ കപ്പൽശാല അല്ലായിരുന്നു. അതെല്ലാം സംബഡി എൽസ് വിൽ ഫിക്സ് ദ പ്രൈസ്. ആ പ്രൈസിൽ നിന്ന് അപ്പോൾ ഞങ്ങളൊക്കെ തമാശയ്ക്ക് പറഞ്ഞുകൊണ്ട് ഓൾ ദ ലോസസ് ഓഫ് കൊച്ചിൻ ഷിപ്പ്യാർഡ് ഈസ് പ്രോഫിറ്റ്സ് ഫോർ സംബഡി എൽസ്. അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ലോസസ് എല്ലാം കൂടെ അക്യുമുലേറ്റ് ചെയ്ത് ഏതായാലും കഥ 93 ഒക്കെ ആകുമ്പോഴത്തേക്കും ദ ഷിപ്പ്യാർഡ് വാസ് ഓൺ ദ സ്ട്രീറ്റ്സ്. ഇതാണ് എൻ്റെ ഫാക്ട്. നെറ്റ്വർത്ത് -150 crore നെറ്റ്വർത്തായി, വൈപ്ഡ് ഔട്ട് നെറ്റ്വർത്ത് -150 crore. എല്ലാം കഴിഞ്ഞ് അപ്പോൾ ഗവൺമെൻറ് സമയം കുറേ ആയി. 72-73 തുടങ്ങിയ ഷിപ്പ്യാർഡ്. അപ്പോൾ 93 ഒക്കെ ആകുമ്പോഴത്തേക്കും 20 years ഡൗൺ ദ ലൈൻ എല്ലാവരും പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നമുക്ക് പതുക്കെ ഇത് പൂട്ടാം, ഇത് വെച്ചിരിക്കുന്ന എന്തിനാ, ഇങ്ങനെ കൊണ്ടു കിടക്കാൻ പറ്റില്ല, ഇങ്ങനെ ഒരു സ്ഥാപനം കൊണ്ടു കിടക്കാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ ഇമേജ് എന്താ, അത് കേരളത്തിലാണ്, അതിൻ്റെ പ്രശ്നങ്ങളാണ്, ഇവിടെ ഒന്നും നടക്കില്ല, ആളുകൾ ശരിയല്ല, ഇതൊക്കെയാണല്ലോ അതിൻ്റെ പ്രോബ്ലം.
അന്നൊന്നും ഒരു ഗവൺമെൻറ് കമ്പനീനെ ഫിനാൻഷ്യലി ഒന്നും ആർട്ടിക്കുലേറ്റ് ചെയ്യാനൊന്നും ആരുമില്ല. കാരണം ഒരു ഗവൺമെൻറ് ജോലി എന്ന് പറഞ്ഞാൽ എല്ലാവരും വന്നൊരു ജോലി ചെയ്യും, ജോബ്, ഡൂയിങ് എ ജോബ്. ഒരു ഗവൺമെൻറ് ജോബ് എന്ന് പറഞ്ഞാൽ ഇന്നും നമ്മുടെ സമൂഹത്തിലെ ആൾക്കാർ കയറുക, സമയത്ത് ചെയ്യുക, അപ്പൊ ഒരു ഗവൺമെന്റ് ജോലി കിട്ടിയ സുഖമാണ് എന്നാണല്ലോ ജനറലി പറയുക. ഈ പ്രവണതകളൊക്കെ ഉള്ള ഒരു സൊസൈറ്റിയിൽ തന്നെയാണ് നമ്മൾ ജീവിച്ചു വന്നത്. പക്ഷെ ഏർലി 93 ആകുമ്പോഴത്തേക്കും ഈ ഡിഫിക്കൽട്ടീസ് എല്ലാം വന്നു. അപ്പോൾ ഫസ്റ്റ് മേജർ സ്ട്രക്ചറൽ ചേഞ്ച് ആണ് ഈ ഫിനാൻഷ്യൽ റീസ്ട്രക്ചറിങ് ചെയ്തത്. സെൻട്രൽ ഗവൺമെൻറ്റോട് ഇടപെട്ട് അതുവരെ ഉണ്ടായിരുന്ന അക്യുമുലേറ്റഡ് ലോസസ്, ആ അക്യുമുലേറ്റഡ് ലോസസിൽ അപ്പോൾ ഒരു അക്യുമുലേറ്റഡ് ലോസ് വരുമ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ഇൻട്രസ്റ്റ് ബേർഡൻ ഉണ്ട്, ഇൻട്രസ്റ്റ് ഓൺ ഇൻട്രസ്റ്റ് ഉണ്ട്. ആ അക്യുമുലേറ്റഡ് ലോസസ് വാസ് പാർക്ക്ഡ് ആസ് റിഡീമബിൾ പ്രിഫറൻസ് ഷെയർസ്. റിഡീമബിൾ പ്രിഫറൻസ് ഷെയർ ആയിട്ട് അതിനെ പാർക്ക് ചെയ്തു. ഇൻട്രസ്റ്റ് അവിടെ ഉണ്ടായിരുന്നു, ഇൻട്രസ്റ്റ് തിരിച്ചടയ്ക്കണം. പക്ഷേ ഇൻട്രസ്റ്റ് ഓൺ ഇൻട്രസ്റ്റ് വാസ് വേവ്ഡ് ഓഫ്. ഇങ്ങനെ ഒരു റീസ്ട്രക്ചറിങ് നടത്തി. ആ റീസ്ട്രക്ചറിങ് നടത്തി ആ ടൈമിൽ ഷിപ്പ് ബിൽഡിംഗ്, നഷ്ടത്തിൽ ഷിപ്പ് ബിൽഡിംഗ് ചെയ്യേണ്ട എന്നുള്ളത് തീരുമാനം എടുത്തു. കുറച്ച് ലാഭത്തിൽ നിന്നിരുന്ന ആളാണ് ഷിപ്പ് റിപ്പയർ. ഷിപ്പ് റിപ്പയറിൽ ഫോക്കസ് ചെയ്യാം. ഷിപ്പ് യാർഡ് മുഴുവൻ ഷിപ്പ് റിപ്പയറിലേക്ക് മൂവ് ചെയ്തു. ആ ടൈം തൊട്ട് ഷിപ്പ് യാർഡ് 8 വർഷത്തോണ്ട് ദിസ് പ്രിഫറൻസ് ഷെയർ ഷുഡ് ഹാവ് ബീൻ റിഡീംഡ് ഇൻ 8 years. അത് അതിൻ്റെ ടൈം ആവുന്നതിന് മുമ്പ് ഷിപ്പ് യാർഡിന് റിഡീം ചെയ്യാൻ പറ്റി. ആ പോയിന്റ് തൊട്ട് ഷിപ്പ് യാർഡ് ഇന്നത്തെ ദിവസം വരെ വി ഹാവ് കണ്ടിന്യൂസ്ലി മൂവ്ഡ് ഫ്രം സ്ട്രെങ്ത് ടു സ്ട്രെങ്ത്. ആ ഒരു ട്രാൻസിഷൻ. അപ്പോൾ ഈ റീസ്ട്രക്ചറിങ് കഴിഞ്ഞ് വന്ന ഒരു പോയിന്റിലാണ് ഞങ്ങളെല്ലാം കുറച്ചുകൂടി ഒരു ഇൻഫ്ലുവൻഷ്യൽ പൊസിഷനിൽ വരുന്നത്. അപ്പോൾ ഈ സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ ഇങ്ങനെ നടക്കുമല്ലോ. അപ്പോൾ ഒരു യുവ ഇതാണ്, അപ്പോൾ എപ്പോഴെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ നിന്ന് മാറി എങ്ങോട്ടെങ്കിലും പോകാം അങ്ങനെയൊക്കെ അങ്ങനെ ചിന്ത വന്നിട്ടുണ്ട്. ചിന്ത വളരെ സ്ട്രോങ് ആയിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ ആ ചിന്ത വരുമ്പോഴും നമുക്കൊരു വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഫീല്, ഞാൻ പറഞ്ഞല്ലോ, ഒരു വളരെ ക്ലീൻ ആയിട്ടുള്ള ഒരു കമ്പനിയാണ് നമ്മൾ തിരിച്ചറിഞ്ഞത്. ഏറ്റവും പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഹൈ ഇൻറ്റഗ്രിറ്റി ഉള്ള കമ്പനി. അവിടെ പ്രശ്നങ്ങളോ കേസുകളോ വഴക്കുകളോ ഒന്നും ഇല്ലാതെ. സോ ദ ഇൻഡിവിജ്വൽസ് വർ വെരി ക്ലീൻ. അപ്പോൾ നമ്മൾ തിരിച്ചറിഞ്ഞത് ഇതിനെ നമ്മൾ ഇവിടുന്ന് ഓടണോ. കുറച്ച് പേര് ഓടാൻ നോക്കി, നമ്മൾ കുറേ പേര്. ഇതൊരു ഫാക്റ്റാണ്. അതിൽ പേഴ്സണലി എനിക്ക് ഇന്നും, ഇപ്പോൾ ഞാൻ റിട്ടയർ ചെയ്യുന്ന സമയത്ത് അതിനെപ്പറ്റി ആളുകൾ സംസാരിച്ചിരുന്നു. ഞങ്ങൾക്കൊരു പഴയ ഡോൾഫിൻ ക്ലബ്ബ് ഉണ്ടായിരുന്നു. ആ ഡോൾഫിൻ ക്ലബ്ബിൽ ഞാൻ അന്നത്തെ ഭാഷയിൽ പറഞ്ഞ യങ് ടേർക്സ്. അപ്പോൾ ഈ യങ് ടേർക്സ് എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടെ ഒരു സെറ്റ് ഓഫ് ആൾക്കാർ അപ്പോൾ ഞാൻ വൈകുന്നേരം ഒരു കാപ്പിയും മസാല ദോശയൊക്കെ അവിടെ ഓർഗനൈസ് ചെയ്ത് എല്ലാവരും വൈകുന്നേരം വിളിച്ച് ഹൗ ഡു വി മേക്ക് ഷുവർ ദ ഷിപ്പ് യാർഡ് ത്രൈവ്സ് ഇൻ ടു ദ ഫ്യൂച്ചർ, ഇത് നമ്മൾ ആലോചിക്കണം എന്നുള്ള. അപ്പോൾ ഞാൻ പ്രോബ്ലി ആ ഷിപ്പ് യാർഡിൽ ജോയിൻ ചെയ്തിട്ട് ഒരു 7 8 10 വർഷം ആ ടൈമിലേക്കൊക്കെ ആയിട്ടുണ്ടാവും. നമുക്ക് ഏറ്റവും പോസിറ്റീവായിട്ട് തോന്നി ഞങ്ങളുടെ മുകളിൽ ഞങ്ങളെക്കാൾ ഒരു അപ്രോക്സിമേറ്റ്ലി 12 to 15 16 years സീനിയറായിട്ട് ഒരു സെറ്റ് ഓഫ് ആൾക്കാരുണ്ടായിരുന്നു. ഏതാണ്ട് ഒരു 100 പേര് ഓഫീസേഴ്സ്. വർക്കേഴ്സ് ഷിപ്പ് യാർഡിൽ ഇന്നും പറയുന്ന ഫസ്റ്റ് ബാച്ച്, സെക്കൻഡ് ബാച്ച്. അപ്പോൾ ഫസ്റ്റ് ബാച്ച് തൊഴിലാളികളുടെ അവർ ജോയിൻ ചെയ്ത് 50 വർഷം ഇപ്പോൾ കുറച്ച് നാൾ മുമ്പ് കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു ഇപ്പോൾ നടക്കുന്നത് 6th ബാച്ചിൻ്റെയോ ഏറ്റവും 50ാമത്തെ വർഷമാണ്. അവരിങ്ങനെ ആ ബാച്ച് ബോണ്ടിങ് ഒക്കെ വളരെ സ്ട്രോങ് ആണ്. പലർക്കും ഭയങ്കര വികാരമാണ്. അതെ, കൊച്ചിൻ ഷിപ്പ് യാർഡ് എന്ന് പറഞ്ഞൊരു വികാരമാണ്. കാരണം കൊച്ചിൻ ഷിപ്പ് യാർഡിൽ ഈ പറഞ്ഞ ആളുകൾ, ബിക്കോസ് യു സോ ദീസ് ഡിഫിക്കൽട്ടീസ്, റോട്ടിൽ കിടക്കുന്ന ഒരു കമ്പനിയെ കണ്ടത്. ആ കമ്പനി ആണ് ഇന്ന് ഈ ലെവലിലേക്ക് എത്തിക്കാൻ പറ്റിയത് എന്നുള്ളതിൻ്റെ ഹാർഡ് വർക്ക്. ഒരുപാട് പേര് നന്നായി ഹാർഡ് വർക്ക് ചെയ്തു. ഇൻറ്റഗ്രിറ്റിയാണ് ഇതിൻ്റെ മുഖമുദ്ര ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ ആരോട് ചോദിച്ചു കഴിഞ്ഞാൽ കൊച്ചിൻ ഷിപ്പ് യാർഡിൻ്റെ ഒരു സിംഗിൾ ഫ്രേസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എൻ ഓണസ്റ്റ് കമ്പനി, ഇറ്റ്സ് എ ക്ലീൻ കമ്പനി. അത് നമ്മുടെ ഇത് ഇന്ത്യയാണ്. അതെ, പലപ്പോഴെങ്കിലും നമ്മൾ വിചാരിച്ചിരിക്കുന്ന ഇറ്റ്സ് നോട്ട് ദ ക്ലീനസ്റ്റ് ഓഫ് കൺട്രീസ്. അതാണല്ലോ നമ്മൾ ഇന്ന് മാറ്റിയിടുക. നമ്മുടെ അടുത്ത നമ്മുടെ ജനറേഷൻ നെക്സ്റ്റ് നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ മാറ്റിയെടുക്കാൻ നോക്കുന്ന ഒരു രാജ്യത്ത് ദിസ് വാസ് എ ക്ലീൻ കമ്പനി. രണ്ടാമത്തെ ഒന്ന്, ഈ ഒരു ട്രാൻസിഷനിൽ ഇവിടെ ഒന്നും നടക്കില്ല എന്ന് പറഞ്ഞ് ഇവിടെ ഒരുപാട് കാര്യം നടക്കും എന്ന് പറഞ്ഞത്. അത് പറഞ്ഞത് ഈ പറഞ്ഞ ട്രേഡ് യൂണിയൻസ് ഉണ്ടല്ലോ, ഈ ട്രേഡ് യൂണിയൻസ് വിശ്വസിച്ചിരുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. അതവിടെ എല്ലാവരും പറയുന്നൊരു സെൻറ്റൻസ്, പറയുന്നത് മാത്രമല്ല അത് ഹൃദയത്തിലുള്ള സെൻറ്റൻസ്. ചുവരുണ്ടെങ്കിലേ ചിത്രം വരയ്ക്കാൻ സാധിക്കുകയുള്ളൂ.
ഇത് ഞങ്ങളാരും പറഞ്ഞതല്ല, ഇത് പറഞ്ഞത് വിബി ചെറിയാൻ എന്ന് പറഞ്ഞ ട്രേഡ് യൂണിയൻ ലീഡർ. നേതാവ്. ഈ ട്രേഡ് യൂണിയൻ ലീഡർ അന്ന് ലെഫ്റ്റ് ഓറിയന്റഡ് ആൾക്കാരായിരുന്നു. പല പൊളിറ്റിക്കൽ ചേഞ്ചസ് എല്ലാം വന്ന് ട്രാൻസിഷൻസ് എല്ലാം വന്നിട്ടുണ്ട്. പക്ഷെ നല്ല ഒന്നാം തരം ട്രേഡ് യൂണിയൻ ലീഡർഷിപ്പ്. അപ്പോൾ കൊച്ചിൻ ഷിപ്പ്യാർഡിനെ ഒരുപാട് സ്നേഹിച്ച ട്രേഡ് യൂണിയൻ ലീഡേഴ്സ് ഉണ്ടായിട്ടുണ്ട്, തൊഴിലാളികൾ ഉണ്ടായിട്ടുണ്ട്, ഓഫീസേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് ഉണ്ടായിട്ടുണ്ട്. ദാറ്റ് ലവ് ആൻഡ് അഫെക്ഷൻ ഈസ് വെരി വെരി സ്ട്രോങ്. ആ ലവ് ആൻഡ് അഫെക്ഷനിലാണ് നന്നായി വർക്ക് ചെയ്തിട്ടുണ്ട് ആൾക്കാർ. അപ്പോൾ ഒരു ഗവൺമെൻറ് കമ്പനി, ഞങ്ങളൊന്നും ഒരിക്കലും ക്ലോക്ക് നോക്കി വർക്ക് ചെയ്ത ആൾക്കാരല്ല. ഞാൻ എന്നെ പറ്റി മാത്രമല്ല പറയുന്നത്, ഒരുപാട് പേര് നമ്മളെല്ലാം വൈകുന്നേരം ഓഫീസിൽ നിന്ന് ഇറങ്ങി കുറച്ച് നേരം ചായ എല്ലാം കുടിച്ച് തിരിച്ച് കയറി രാത്രി 1 മണി, രാത്രി 12-1 മണിയെല്ലാം നോർമലായിരുന്നു. ആസ് എ യങ്സ്റ്റർ കല്യാണം എല്ലാം കഴിക്കുന്നതിൻ്റെ മുമ്പത്തെ ടൈമിൽ, അത് കഴിഞ്ഞുള്ള സമയത്തും, അത് എല്ലാ കാലഘട്ടത്തിലും. ഇന്നും കൊച്ചിൻ ഷിപ്പ്യാർഡിലെ ഇൻക്ലൂഡിങ് തൊഴിലാളികൾ, ഞങ്ങൾ പറയുന്നതല്ല, പഞ്ച് ഔട്ട് ചെയ്ത് തിരിച്ചു വന്ന് വീണ്ടും വർക്ക് ചെയ്യുന്നവരുണ്ട് ഇന്നും. അത് ഇതൊന്നും പുറമെ പലർക്കും അറിയില്ല. പക്ഷേ അതാ ഞാൻ പറയണം ഈ ഓവർ ടൈം ഇതെല്ലാം അതിൻ്റെ ഒരു ഫാക്റ്റും ഇതെല്ലാം ആവശ്യമുണ്ട്. പക്ഷേ ഷിപ്പ്യാർഡ് വളർന്നപ്പോൾ ഷിപ്പ്യാർഡിൽ പല പല ഫാക്ടേഴ്സ് ഉണ്ടായിരുന്നു. ഷിപ്പ്യാർഡ് വാസ് സ്റ്റാർട്ടിങ് ടു ഡു ഗുഡ്. അതിൻ്റെ കൂടെ ഒരു ഓവറോൾ സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ. കാരണം അതിൽ ഞാൻ എപ്പോഴും പറയുന്ന ചില ഇൻസ്റ്റിറ്റ്യൂഷൻസ് കോർ കൊച്ചിൻ ഷിപ്പ്യാർഡ് തന്നെയാണ്. കൊച്ചിൻ ഷിപ്പ്യാർഡിനോട് ചേർന്ന് നിന്ന ചില ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഒന്ന് ഭവൻസ് വിദ്യാമന്ദിർ ഗിരിനഗർ, ഞങ്ങളുടെ സ്കൂളാണ്. ബേസിക്കലി പലർക്കും അറിയില്ല, ആ സ്ഥലം കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ, അത് ഇറ്റ്സ് ഓൺ ലോങ് ലീസ് ടു ദ ഭാരതീയ വിദ്യാഭവൻ. ആ സ്കൂൾ അവിടെയാണ്. അതുകൊണ്ട് തന്നെ അവിടെ 70 സീറ്റ് കൊച്ചിൻ ഷിപ്പ്യാർഡിലെ ആളുകൾക്ക് കിട്ടും. ഞങ്ങളുടെ ഏറ്റവും കൊച്ചിൻ ഷിപ്പ്യാർഡിൽ വന്നതാരാ? തൊഴിലാളി എന്ന് പറയുന്നത് കേരളത്തിൻ്റെ വടക്കും നിന്നും തെക്ക് തൊട്ടുള്ള സമൂഹത്തിലെ ഏറ്റവും ലോവസ്റ്റ് സ്ട്രാറ്റയിലുള്ള ആൾക്കാരാണ്. അവരുടെ മക്കൾ, അവർക്ക് ഷിപ്പ്യാർഡിൽ വർക്ക് ഉണ്ട്. അന്ന് ഞങ്ങൾ പറയണ ഓവർ ടൈം, അതിൻ്റെ പൈസയുണ്ട്. ഓവറോൾ ദ മണി വാസ് ജനറലി ഗുഡ്. എഡ്യൂക്കേഷൻ ഫോർ ദ നെക്സ്റ്റ് ജനറേഷൻ ഏറ്റവും, അതായത് സമൂഹത്തിലെ ഹൂ ഈസ് ഹൂവിൻ്റെ കൂടെയാണ് ഞങ്ങളുടെ ഒരു വെൽഡറിൻ്റെ, ഫിറ്ററിൻ്റെയോ റിഗറിൻ്റെ മക്കൾ പഠിക്കുന്നത്. മെഡിക്കൽ കെയർ അന്ന് തൊട്ട് ഞങ്ങൾ തമാശയ്ക്ക് പറയുന്ന മെഡിക്കൽ ട്രസ്റ്റ് എന്നാണ് പറയുക. അന്ന് പുളിക്കൻ്റെ ഹോസ്പിറ്റൽ എന്നാണ് അതിന് പേര്. അന്ന് വേറെ ഹോസ്പിറ്റൽസ് ഇല്ല. സോ മെഡിക്കൽ ട്രസ്റ്റ്. ദെൻ 2 സൊസൈറ്റീസ്. ഒരു കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി ഉണ്ട് രവിപുരത്ത്, ആൻഡ് ഒരു സെൻട്രൽ സൊസൈറ്റി ഉണ്ട് തേവരയിൽ. ഈ ഓർഗനൈസേഷൻസ് ഞങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ്. കാരണം ഇതിനോട് ചേർന്ന് നിൽക്കുമ്പോൾ പീപ്പിൾ ബിൽട്ട് അപ്പ് ദ ലൈഫ്സ്. അതിൻ്റെ കൂടെ കൊച്ചി എന്ന ചെറിയ സ്ഥലമായിരുന്നു. അപ്പോൾ മിക്കവരും ഈ ഭാഗത്തൊക്കെ ആയിട്ട് കടവന്ത്ര, ഗിരിനഗർ ഭാഗത്തൊക്കെ ആയിട്ട് ചെറിയൊരു സ്ഥലം, അതൊക്കെ അന്ന് വല്ല 2 സെൻറ്റോ 3 സെൻറ്റൊക്കെ മേടിച്ച് ചെറിയ വീടൊക്കെ വെച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ദറ്റ് കൊച്ചി വലുതായി. സോ ദിസ് ഓവറോൾ ഗ്രോത്ത് റിയലി ട്രാൻസ്ഫോം കൊച്ചിൻ ഷിപ്പ്യാർഡ്. ഞാൻ എപ്പോഴും പറയുന്നത് സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ എന്താണെന്ന് കാണണം എന്നുണ്ടെങ്കിൽ കൊച്ചിൻ ഷിപ്പ്യാർഡിൽ വരണം. ഞങ്ങളെ ഏറ്റവും ലോവസ്റ്റ് സ്ട്രാറ്റേന്ന് ശരിക്കും പലരും പറയുമ്പോൾ ഒരു നേരത്തെ ഭക്ഷണം ഇല്ലാത്ത ഫാമിലീസ് പോലും വന്നിട്ടുണ്ട്. അവരുടെ മക്കളിൽ നിന്ന് ഹൈ ഗ്രേഡ് ഡോക്ടേഴ്സ്, സൂപ്പർ സ്പെഷ്യലിസ്റ്റ്, മൾട്ടി PhD ആൻഡ് ഡോക്ടറൽ ഫെലോസ് ഒക്കെ ആയിട്ട് ആ രീതിയിലാണ് മാറിയിരിക്കുന്നത്. ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ ഈസ് കൊച്ചിൻ ഷിപ്പ്യാർഡ്. ഇത് ഒരു ജനറേഷൻ കണ്ടു. ഇപ്പം എന്നെ പോലെയുള്ള ആൾക്കാരുടെ ആ ജനറേഷൻ has seen this. അപ്പോൾ പീപ്പിൾ 18-20 വയസ്സിൽ ഷിപ്പ്യാർഡിൽ വന്ന് 60 വയസ്സിൽ റിട്ടയർ ചെയ്ത് പോയൊരു ഓവർ ദ ലാസ്റ്റ് 10 years പോയ ആൾക്കാരാണ് ഈ കപ്പൽശാല ഉണ്ടാക്കിയെടുത്തത്. അപ്പൊ സാർ, ഈ ആൾക്കാര് എല്ലാവരും ഇങ്ങനെ ഒരു മാലയിൽ ഇങ്ങനെ മുത്തുപോലെ ഇങ്ങനെ നിൽക്കണമല്ലോ. അവരെല്ലാവരുടെ ഉള്ളിൽ ഈ വികാരം എങ്ങനെയാണത് ഇങ്ങനെ വളർത്തിയെടുക്കാൻ പറ്റിയോ? ഒന്നാതെ പ്രതിസന്ധിയൊക്കെ ഉള്ള ഒരു സ്ഥാപനമാണ്. തൊഴിലാളി യൂണിയൻ എന്ന് വെച്ചപ്പോൾ വിബി ചെറിയാനെ പോലെയുള്ള ഭയങ്കരമായ നേതാക്കളുണ്ടായിരുന്നു. ഇതെങ്ങനെയാ ഒരു കൾച്ചർ? അത് ശരിക്കും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങൾ പറയും, കഴിഞ്ഞ 35 വർഷമായിട്ട് സ്ഥിരം തൊഴിലാളികൾ ഒരു ദിവസം പോലും സമരം ചെയ്തിട്ടില്ല കൊച്ചിൻ ഷിപ്പ്യാർഡിൽ.
പക്ഷെ നമ്മളുടെ കാഴ്ചപ്പാട് അങ്ങനെ നമ്മുടെ കാഴ്ചപ്പാട് അവിടെ മുഴുവൻ സമരമാണ്, കൊടിയാണ്. അത് ഇതിന്റെ അർത്ഥം എല്ലാം പെർഫെക്റ്റ് ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല. ആവശ്യത്തിനുള്ള എല്ലാ, എൻ്റെ ഭാഷയിൽ ഞാൻ പറയുമ്പോൾ ഗ്രീൻ മെയിലിങ്ങും ബ്ലാക്ക് മെയിലിങ്ങും എല്ലാം ഉണ്ട്. പക്ഷെ ഇതിന്റെ മുകളിൽ നിൽക്കാനും ഈ ചുവരുണ്ടെങ്കിലേ ചിത്രം വരയ്ക്കാൻ പറ്റുള്ളൂ. ചുവര് പൊളിക്കാൻ ആരും റെഡിയല്ല. അതാണ്, ചുവര് പൊളിക്കാൻ മാനേജ്മെന്റോ തൊഴിലാളികളോ ആരും, അതായത് ഗുസ്തിയെല്ലാം പിടിക്കും, ഒരു ലെവൽ വരെ എല്ലാം പോകും. പക്ഷെ അവിടെ വെച്ച് ഇറ്റ് കനോട്ട് കം ആൻഡ് ഹേർട്ട് ദ കമ്പനി. അതിൻ്റെ ഇടയിൽ ചിലപ്പോഴെങ്കിലും പരിഭവങ്ങളും പ്രശ്നങ്ങളും എല്ലാം. ഞാൻ ചെയർമാനായിരിക്കുന്ന 10 വർഷക്കാലം ഞാൻ വളരെ ശ്രദ്ധയോടുകൂടി നോക്കിയിട്ടുള്ളത്, പലപ്പോഴും ആക്ച്വലി അത് കൊച്ചിൻ ഷിപ്പ്യാർഡിൽ മാത്രമല്ല, എവിടെ നോക്കിയാലും ഇറ്റ് വുഡ് ബി വെരി വെരി സ്മോൾ തിങ്സ്, ചെറിയ സാധനങ്ങളായിരിക്കും ഫ്ലെയർ അപ്പ് ചെയ്യുന്നത്. ഭയങ്കര പ്രശ്നമായിട്ട് വരിക. കാരണം ഈ ചെറിയ സാധനങ്ങൾ ഫ്ലെയർ അപ്പ് ചെയ്യുന്നത് ആക്ച്വലി അതിൻ്റെ വിഷയത്തിലായിരിക്കില്ല, അത് ഈഗോ ആയി മാറും, മനുഷ്യൻ്റെ ഈഗോ ആയി മാറും. ഇത് ഡീൽ ചെയ്യുന്ന ആൾക്കാരുടെ പിന്നെ അത് കുറച്ച് കഴിഞ്ഞാൽ വിഷയമായിട്ടൊക്കെ ആയിരിക്കും തോന്നുന്നത്, പക്ഷെ അത് ആക്ച്വലി അത് വിഷയമായിരിക്കില്ല. കൊച്ചിൻ ഷിപ്പ്യാർഡിന് ഞാൻ പറയണ ചില സ്ഥാപനങ്ങൾക്ക് ഭാഗ്യം വേണമല്ലോ. സ്ഥാപനം ഇസ് എ ബ്ലെസ്ഡ് കമ്പനി. അതുകൊണ്ട് തന്നെ മാനേജ്മെൻറ്റും ട്രേഡ് യൂണിയൻസും തമ്മിൽ ഒരു നല്ലൊരു റിലേഷൻഷിപ്പ്. അതിൽ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ എന്നെപ്പോലെ ഒരാളെയെല്ലാം അവരും കാണുന്നതല്ലേ. അവർക്ക് പുറമേ നിന്നൊന്നും കാണണ്ടല്ല, അവർക്ക് എക്സാക്ട്ലി അറിയാം. ഞാനും അല്ലെങ്കിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഇന്ന് ഉള്ള സീനിയർ ഓഫീസേഴ്സും കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിരുന്ന സീനിയർ ഓഫീസേഴ്സും അവരാണ് പൈസ അല്ലെങ്കിൽ ഫ്യൂച്ചർ ഓഫ് ദ ഷിപ്പ്യാർഡ് ഹോൾഡ് ചെയ്യുന്ന പല കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്നത് അവരായിരിക്കും. നാച്ചുറലി ട്രേഡ് യൂണിയൻസും തൊഴിലാളികളും എല്ലാവരും നോക്കുന്നത് എന്താ, ഇവർ ചെയ്യുന്നത് വിത്ത് റൈറ്റ് ഇൻറ്റൻറ്റ് ആണോ. അത് അവർക്ക് വേറെ ആരും പറഞ്ഞറിയേണ്ടതല്ല. ഇവരുടെ മുമ്പിൽ 1, 2, 3 വർഷമൊന്നുമല്ല കണ്ടിരിക്കുന്നത്, ലോങ് ടേം കണ്ടിട്ടുള്ളതുകൊണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ ട്രസ്റ്റ് ഈസ് വെരി സ്ട്രോങ്, ദാറ്റ് ബിലീഫ് ഈസ് വെരി സ്ട്രോങ്. ആൻഡ് ഈ പറയണ ഒരു കാലഘട്ടം കണ്ടിട്ടുണ്ടല്ലോ, നമ്മൾ റോട്ടിൽ കിടന്ന ഒരു കാലഘട്ടം കണ്ടിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങളും ചർച്ചകളും ഡിസ്കഷൻസൊക്കെ ഒരുപാട് ഉണ്ടാവാറുണ്ട്. പക്ഷേ പലപ്പോഴും നല്ല മാന്യമായ രീതിയിൽ നമുക്ക് നല്ല ഫിയേഴ്സ് ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പറ്റും. നല്ല ചർച്ചകൾ, ഞങ്ങളുടെ ചർച്ചകളെല്ലാം അത്ര എളുപ്പത്തിലൊന്നും തീരുന്നൊന്നുമില്ല, വളരെ വളരെ സ്ട്രോങ് ഡിസ്കഷൻസ് ഒക്കെ തന്നെയാണ്. പക്ഷേ അണ്ടർലൈങ് ആയിട്ട് ദ ലവ് ആൻഡ് അഫെക്ഷൻ ഫോർ ദ കമ്പനി, ദ മ്യൂച്വൽ ട്രസ്റ്റ് ബിറ്റ്വീൻ ദ പീപ്പിൾ, ഇതെല്ലാം എനിക്ക് തോന്നുന്ന അപ്പോൾ ഈ പറയണ ഈ കോർ വാല്യൂസ് കറക്റ്റാണ്. ആ കോർ വാല്യൂസ് കറക്റ്റായിട്ട് ഒരു ലോങ് ടേം നമുക്ക് റോൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു അത് തന്നെയാണ് അതിൻ്റെ ഒരു അംബ്രല്ല. കാരണം നൗ നോബഡി വോണ്ട്സ്. കാരണം ഇന്ന് ഇപ്പോൾ കേരളത്തിൽ തന്നെ നോക്കുമ്പോൾ ഞാൻ ചാർജ് എടുത്തു കഴിഞ്ഞ് ഞാൻ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിനെ ആദ്യത്തെ ടേമിൽ ചെന്ന് ഞാൻ മീറ്റ് ചെയ്യുന്ന ടൈമിൽ ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്തു, വാട്ട് ഈസ് ദ ഷിപ്പ്യാർഡ്. ഞാൻ ഒരു പ്രസൻറ്റേഷൻ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് ഞാൻ പറയും 35 വർഷക്കാലം തൊഴിലാളികളുമായിട്ട് ഇഷ്യൂസ് ഇല്ലാതെയും മാനേജ്മെൻറ്റും തൊഴിലാളികളും മ്യൂച്വൽ റെസ്പെക്റ്റിലും എല്ലാം മൂവ് ചെയ്തു. ആൻഡ് വി ഹവ് ബിൽട്ട് അപ്പ് വാല്യൂ ഓൾസോ. സദ്യ ഒരു സ്മൈലോടുകൂടി പറഞ്ഞത് കേരളത്തിന് ഒരു മാതൃകയായിട്ട് മുന്നോട്ട് പോകുമെന്നുള്ള. ദോസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ അസ്. അങ്ങനെ ഒരു മുഖ്യമന്ത്രി പറയുന്നു, നിതിൻ ഗഡ്കരിയെ പോലെയുള്ളൊരു മിനിസ്റ്റർ ഡൽഹിയിൽ ഹി വിൽ ടോക്ക്, ഇത്രയും സ്ഥാപനങ്ങൾ അത് കൊച്ചിൻ ഷിപ്പ്യാർഡിനെ പോലെ ആവണം എന്ന് പറയും. ദീസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്. ഇതാണ് നമ്മുടെ എനർജി. ഇത് അപ്പോൾ പ്രൈഡ് എന്ന് പറയണത്, പ്രൈഡ് ഭയങ്കര പൈസയുടെ എല്ലാം മുകളിൽ പറക്കുന്ന സാധനമാണ് പ്രൈഡ്. പൈസയെല്ലാം ഒരു ലെവൽ വരെ മൂവ് ചെയ്യുള്ളൂ. അപ്പോൾ ആ വെൻ എ പാർട്ട് ഓഫ് എ പ്രൗഡ് കമ്പനി, റിട്ടയർ ചെയ്യുന്ന ആൾക്കാർ, ഞാൻ അടക്കം ഇപ്പോൾ റിട്ടയർ ചെയ്ത് വരുമ്പോൾ ഞാൻ എല്ലാ റിട്ടയർമെൻറ്റ് മീറ്റിംഗ്സിൽ ഇരിക്കുമ്പോൾ ആളുകൾ ഫുൾ എനർജിയിലാണ് റിട്ടയർ ചെയ്യുന്നത്, സന്തോഷത്തോടു കൂടിയാണ് റിട്ടയർ ചെയ്യുന്നത്. ഒരു ഓർഗനൈസേഷനിൽ നിന്ന് മൂവ് ചെയ്യുമ്പോൾ ഇത്രയും നാൾ നിന്ന ആൾക്കാരും ആ സാഹചര്യങ്ങൾ മാറുന്നതിൻ്റെ ചെറിയ വിഷമം ഉണ്ടാവുമായിരിക്കും. പക്ഷെ പീപ്പിൾ ആർ ജനറലി ഫിനാൻഷ്യലി ഗുഡ്, ഇമോഷണലി ഗുഡ്. നെക്സ്റ്റ് ജനറേഷൻ മക്കൾ 99.9% ഹാവ് ഡൺ വെരി വെൽ. സ്ഥാപനം നന്നായിരിക്കുന്നു. ഇതിനേക്കാളും കൂടുതൽ എന്ത് വേണം? ബേസിക്കലി ഇതാണ് ഒരു സോഷ്യൽ സ്റ്റോറി ഓഫ് കൊച്ചിൻ ഷിപ്പ്യാർഡ്. ഞാൻ ബിസിനസ് സ്റ്റോറി അല്ല പറഞ്ഞ, സോഷ്യൽ സ്റ്റോറി ഓഫ് കൊച്ചിൻ. ഇതൊരു പൊതുമേഖലാ സ്ഥാപനമാണ്, പക്ഷേ ഇതിന് ഭയങ്കര ഒരു കോർപ്പറേറ്റ്
പ്രസ്ഥാനത്തിന്റെ ഒരു നല്ലൊരു വഴക്കമുണ്ട്, പെട്ടെന്ന് ഭയങ്കര കോമ്പറ്റിറ്റീവ് ആയിട്ട് മുന്നോട്ടും പോകുന്നുണ്ട്. അതെങ്ങനെയാ പറ്റുന്നത്? ഇത് രണ്ടും നല്ല ബാലൻസിങ്ങിലാണല്ലോ. അത് വന്നത് എവിടുന്നാന്ന് ഞാൻ പറയാം. അത് വന്നത് നരസിംഹറാവു മൻമോഹൻ സിംഗ്, ലിബറലൈസേഷൻ, പോസ്റ്റ് ലിബറലൈസേഷൻ. അതുവരെ പബ്ലിക് സെക്ടറിന്റെ കാഴ്ചപ്പാട് ദ ടെമ്പിൾസ് ഓഫ് ഇന്ത്യ, നെഹ്റുവിൻ ഫിലോസഫി. അതെ അതെ. നമ്മൾ ലിബറലൈസേഷനിൽ കണ്ടത് ആ നെഹ്റുവിയൻ ഫിലോസഫി എല്ലാം അവിടെ പറഞ്ഞു. പക്ഷേ സഡൻലി ദർ വാസ് എ ക്ലിയർ ചേഞ്ച്. പറ്റുമെങ്കിൽ നിങ്ങൾ സർവൈവ് ചെയ്യും, യു സർവൈവ് ഇൻ ദ മാർക്കറ്റ് പ്ലേസ്. എന്ത് സപ്പോർട്ടാണ് വേണമെന്ന് സപ്പോർട്ടെല്ലാം ചെയ്യാം, ബട്ട് യു വിൽ ഹാവ് ടു സർവൈവ്, യു വിൽ ഹാവ് ടു ഫൈറ്റ് ഫോർ യുവർ സെൽഫ്. ഇതൊരു വളരെ ക്ലിയർ ഡയറക്ഷനായിരുന്നു. ഞങ്ങളെല്ലാവരും അപ്പോൾ ഞാൻ പറയണത്, ഞാനൊക്കെ 88 ജോയിൻ ചെയ്ത് ബൈ ദ ടൈം ഏർലി 2000s ആയപ്പോഴാണ് ഇത് വളരെ ഇമ്പാക്റ്റ്ഫുൾ ആയിട്ട് കാണുന്നത്. ആ ടൈം ആകുമ്പോഴത്തേക്കും നമ്മുടെ ഇവിടെ നടന്നിരിക്കുന്ന എന്താ ലിബറലൈസേഷൻ്റെ ഇനീഷ്യൽ ഷൂട്ട്സ് കാണുന്നു. ഇന്ത്യയിലെ IT സെക്ടർ, ഞാൻ എപ്പോഴും പറയുന്ന FC കോളി, TCS, ദെൻ കെയിം ഇൻഫോസിസ്, ഈ വിപ്രോ, ഈ 3 പേരും ദേ സ്റ്റാർട്ടഡ് ക്രിയേറ്റിംഗ് ബിലീഫ് ഫോർ ഇന്ത്യ. ഇത് വളരെ ഫാക്റ്റ്. നമ്മുടെ എല്ലാവരെയും ഒരു ഇനീഷ്യൽ സെറ്റ് ഓഫ് ബിലീഫ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഓർഗനൈസേഷൻസും ആ സെറ്റ് ഓഫ് ആൾക്കാരാണ്. ആ ബിലീഫ് ക്രിയേറ്റ് ചെയ്യുന്ന ടൈമിൽ പബ്ലിക് സെക്ടർ, ഗവൺമെൻറ് ജോലി, കാലത്ത് വന്ന് വൈകുന്നേരം പോവുക, ഈ പാർട്ടെല്ലാം വളരെ ക്ലിയർ ആയിരുന്നു. ദിസ് ഈസ് ഓൾ ഗോയിങ്. ആ ഒരു പോയിന്റിൽ നമ്മൾ ഒരുമിച്ച് നിന്ന് ദർ വാസ് എ ടൈം, ആ ഒരു ടൈം എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞാൻ ജപ്പാനിൽ 1998 ഞാൻ ആദ്യത്തെ റൗണ്ട് ജപ്പാനിൽ പോകുന്നത്. അത് കഴിഞ്ഞ് തിരിച്ചു വന്ന് ഞാൻ 2002 എൻ്റെ മാസ്റ്റേഴ്സിന് ഒസാക്ക യൂണിവേഴ്സിറ്റിയിൽ പോയത്. 2002 ഞാൻ തിരിച്ചു വരുന്ന സമയത്ത്, 2002 തിരിച്ചു വരുന്ന ഒരു പോയിന്റിൽ ഈ ഷിപ്പ്യാർഡിൽ എല്ലാം കൂടെ ഉണ്ടായിരുന്ന കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് ഒരു ഫയർ ഫ്ലോട്ട് ഫോർ വിശാഖപട്ടണം പോർട്ട് ട്രസ്റ്റ് 8.2 crore rupees, 8.2 crore, ജസ്റ്റ് അത്രയും ഉള്ളൊരു കപ്പൽ മാത്രമാണ് ഈ ഷിപ്പ്യാർഡിൽ, ഒരു ചെറിയൊരു വെസൽ മാത്രമാണ് പണിയാനുണ്ടായിരുന്നത്. ആ ടൈമിൽ ഞാൻ ജസ്റ്റ് വരുന്നതിന് മുമ്പ് ആണ് കൊച്ചിൻ ഷിപ്പ്യാർഡിലെ ഫസ്റ്റ് എക്സ്പോർട്ട് ഓർഡർ. ഞാൻ ജപ്പാനിലാണെങ്കിലും ആ ഡിസ്കഷൻസിലെല്ലാം ഞാനും പാർട്ടായിരുന്നു. ബിക്കോസ് ഐ ന്യൂ ഐ വാസ് കമ്മിങ് ബാക്ക്. പലരും വിചാരിച്ചത് ജപ്പാനിലൊന്നും പോയാൽ തിരിച്ചു വരില്ല എന്നുള്ളത്. ഞാൻ തിരിച്ചു വരുമെന്ന് നിർബന്ധമായി എവിടെയും പറഞ്ഞിട്ട് തന്നെയാണ് പോയത്. പക്ഷെ ഞാൻ 2002 മാർച്ചിലാണ് ഞാൻ തിരിച്ചു വരുന്നത്. ആ തിരിച്ചു വരുന്ന ടൈമിൽ നമ്മൾ ഫസ്റ്റ് എക്സ്പോർട്ട് ഓർഡർ എടുത്തിട്ടുണ്ട്. ഞാൻ വരുന്നതിൻ്റെ തൊട്ട് മുമ്പ് ആ ഓർഡർ എടുത്തിട്ടുണ്ടായിരുന്നു. ദാറ്റ് വാസ് എ കോൺട്രാക്ട് വിച്ച് വാസ് $8.2 million. NPCC അബുദാബി എന്ന് പറഞ്ഞ കമ്പനിയുടെയാണ് ഫസ്റ്റ് ഓർഡർ. കാരണം അവിടെ വന്നപ്പോഴത്തേക്കും ഇറ്റ് വാസ് ഗെറ്റിംഗ് വെരി സ്ട്രോങ് ദാറ്റ് നമുക്ക് ഈ ഒരു പുറത്തെടുത്തിട്ടില്ല. ഇത് ഞാൻ മാർക്കറ്റിങ്ങിൽ വന്നിട്ടല്ല, അതിൻ്റെ തൊട്ട് മുമ്പ് ഉണ്ടായിരുന്ന ആൾക്കാർ വർക്ക് ചെയ്ത് എടുത്തതാണ് ഈ ഫസ്റ്റ് ഈ കോൺട്രാക്റ്റ്. ആ കോൺട്രാക്റ്റ് തന്നെ വന്നത് അബുദാബിയാണ്. മലയാളികൾ ഒരുപാട് വർക്ക് ചെയ്യുന്നൊരു സ്ഥാപനമാണ് NPCC എന്ന് പറഞ്ഞാൽ UAE ഗവൺമെൻറ് സ്ഥാപനമാണ്. എൻ്റെ ഈ ഫസ്റ്റ് കോൺട്രാക്റ്റ് ഒരു 1 year കോൺട്രാക്റ്റിൽ $8.2 million കോൺട്രാക്റ്റ് എടുക്കുന്നു. ആ ടൈമിൽ നമ്മൾ വീണ്ടും ഫർദർ ഫോറിൻ കോൺട്രാക്ട്സ് ഡിസ്കസ് ചെയ്യുക. കാരണം നൗ ദ ഡിസ്കഷൻ വാസ് വെരി ക്ലിയർ. ഒരു സർക്കാരി കമ്പനി, ഒരു ഗവൺമെൻറ് കമ്പനി, ഗവൺമെൻറ് ബെയിൽ ഔട്ട് ചെയ്യും അല്ലെങ്കിൽ ഗവൺമെൻറ് നോക്കും എന്ന് പറഞ്ഞുള്ളത് ഇത് ഇനി പറ്റില്ല, ഇനി നടക്കില്ല. ഇന്ത്യയുടെ അകത്തേക്ക് മാത്രം നോക്കിയിരിക്കുന്ന ഒരു സാധനം ഇനി നടക്കില്ല. നമുക്ക് വി വിൽ ഹാവ് ടു ഗോ ഗ്ലോബൽ. ഇത് വളരെ സ്ട്രോങ്. ഓർ വി ഹാവ് ടു ക്ലോസ്ഡ്. നമ്മൾ രണ്ടിനും റെഡിയായിരുന്നു. അപ്പം നമ്മളെല്ലാവരും കുറേ പേരുണ്ടായിരുന്നു. ഞങ്ങൾ മാത്രമല്ല, സെറ്റ് ഓഫ് പീപ്പിൾ. അതിനകത്ത് ആ ഡിസ്കഷൻസിൽ ട്രേഡ് യൂണിയൻസും തൊഴിലാളികൾക്കെല്ലാം അവർക്ക് അവരുടെ റോൾ ആക്ച്വലി കുറവാണ് അതിനകത്ത്. കാരണം അവരല്ലല്ലോ ഈ തീരുമാനം എടുക്കണം. ഇതാണ് ഒരു മേജർ ചേഞ്ച് ഞാനെല്ലാം കണ്ടിന്യൂസ്ലി ഡ്രിൽ ഡൗൺ ചെയ്തിരിക്കുന്നത്. ഒരു കമ്പനി ലാഭത്തിലാണോ നഷ്ടത്തിലാണോ എന്നുള്ളത് ജനറലി എല്ലാവരും പറയണത് തൊഴിലാളികൾ പണിയെടുക്കുന്നത് അതത്ര കറക്റ്റ് അല്ല. അതത്ര കറക്റ്റ്. ഒരു കമ്പനിയുടെ ലാഭവും നഷ്ടവും കമ്പനി എവിടേക്ക് എത്തേണ്ടത് എന്നുള്ളത് ഇറ്റ് ഈസ് ഹെവിലി ഓൺ ദ മാനേജ്മെൻറ്റ്. തൊഴിലാളി
അല്ലെങ്കിൽ വർക്കേഴ്സ്, അതിന്റെ അർത്ഥം വർക്കേഴ്സ് പണിയെടുക്കരുത് എന്നൊന്നല്ല. വർക്കേഴ്സ് സ്കില്ലാണ്, സ്കിൽ ആൻഡ് ഔട്ട്പുട്ടാണ്. പക്ഷേ ബിസിനസ് റൺ ചെയ്യുന്നത്, ഹൗ ഡു യു റൺ യുവർ പ്ലാൻസ്, ഹൗ ഡു യു റൺ യുവർ ആക്സസ് ടു ദ മാർക്കറ്റ്സ്, അതെല്ലാം ഓഫീസേഴ്സ് ആൻഡ് ദ മാനേജ്മെൻ്റ് ആണ്. ഇവർ തമ്മിൽ നല്ല ട്രസ്റ്റും വേണം. ഈ മാനേജ്മെന്റ് ചെയ്യുന്നത് സ്ഥാപനത്തിൽ ഏറ്റവും നല്ലതാണെന്നുള്ളതും തൊഴിലാളികളുടെ ആ സ്കിൽ സെറ്റിൽ ഡെലിവർ ചെയ്യാൻ പറ്റുന്നു, ഇതൊരു വിശ്വാസം വരണം. പക്ഷെ ദെൻ ഇറ്റ് വാസ് വെരി ക്ലിയർ ദാറ്റ് വെറുതെ തൊഴിലാളികളുടെ നമുക്ക് പറയാൻ സൗകര്യമാണ് ഇവിടെ ഒന്നും നടക്കില്ല, തൊഴിലാളിയുടെ പ്രശ്നമാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഈ എന്താ പറയണ ചാരാനൊരു ചുമര് വേണം എന്ന് പറയണമല്ലോ. അങ്ങനെ നോക്കാനാണെങ്കിൽ ഇന്നും ചാരാൻ ചുമരുകളെല്ലാം കിട്ടും. പക്ഷേ മാനേജ്മെന്റ് ഓഫ് ദ ഡേ, ദ CMDs ഓഫ് ദ ഡേ, ഞങ്ങളെല്ലാവരും അതിനകത്ത് ഇൻവോൾവ് ആയിരുന്നു. വി വർ ബ്രിങ്ങിങ് ഇൻ എ ലോട്ട് ഓഫ് ബിലീഫ് ഇൻ ടു ദ സിസ്റ്റം. ബട്ട് നമ്മൾക്ക് തിരിച്ചറിയേണ്ട ആ കാലഘട്ടത്തിൽ കൊച്ചിൻ ഷിപ്പ്യാർഡ് അഗെയിൻ ബ്ലെസ്ഡ് ഓർഗനൈസേഷൻ, പുറമേ നിന്ന് വന്ന ആൾക്കാരാണ് ചെയർമാൻമാരായിട്ടൊക്കെ വന്നത്. പക്ഷെ അവരെല്ലാവരും ക്ലീൻ ആൾക്കാരാണ് വന്നത്. അത് അഗെയിൻ വലിയൊരു ഫാക്ടറാണ്. അത് നമ്മുടെ കൺട്രോളിലുള്ളതല്ലല്ലോ. പക്ഷെ അന്ന് ഇന്റർനാഷണൽ കോൺട്രാക്ട്സ് എടുക്കണം എന്നും, അപ്പോൾ ഇനീഷ്യൽ കോൺട്രാക്ട് ദുബായിൽ നിന്നാണ് വന്നത്. രണ്ടാമത്തെ ഒരു കോൺട്രാക്ട് വന്ന് സൗദി അറേബ്യയിൽ നിന്ന്. വീണ്ടും മലയാളികൾ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരു ഇൻവോൾവ്മെൻറ്റിലൊക്കെയാണ്. അപ്പോഴും നമ്മൾ പറഞ്ഞത് നമുക്ക് വെസ്റ്റ് യൂറോപ്പിൽ നിന്ന് കോൺട്രാക്റ്റ് കൊണ്ട് യൂറോപ്പിൽ നിന്ന് വരണം. കാരണം അത് പറയുന്നത് ശരിയല്ല എന്നുണ്ടെങ്കിലും നമ്മുടെ നാട്ടിൽ അന്നത്തെ ഒരു തോട്ട് പ്രോസസ്, വെള്ളക്കാരുമായിട്ട് ബിസിനസ് ചെയ്താൽ മാത്രമേ നമ്മളിവിടെ ആക്സെപ്റ്റഡ് ആവുള്ളൂ. നമ്മുടെ നാട്ടിൽ എന്ത് ചെയ്താലും ആർക്കും വിലയില്ല. അപ്പോൾ ഈ വില വരുത്തണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സോ യു ഹാവ് ടു സെൽ ടു ദ വൈറ്റ്സ്. അതിനുള്ളൊരു സാഹചര്യം, ഒരു പെർട്ടിക്കുലർ സാഹചര്യം വന്നു. എഗെയിൻ മലയാളിയായിട്ടുള്ള ആൻ്റണി പ്രിൻസ് എന്ന് പറഞ്ഞ ഇന്നും നമ്മളായിട്ട് ചേർന്ന് നിൽക്കുന്ന ആളാണ്. അദ്ദേഹം ഒരു റൗണ്ട് വന്നു കഴിഞ്ഞപ്പോൾ ഡെൻമാർക്കിലെ ഒരു കമ്പനി, ക്ലിപ്പർ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ്, ആ ക്ലിപ്പറിൻ്റെ ഓർഡേഴ്സ് വരുത്താൻ സാധിക്കും. പക്ഷേ ഒരുപാട് റെസ്ട്രിക്റ്റീവ് കണ്ടീഷൻസ് ഉണ്ടായിരുന്നു അതിൻ്റെ മീതെ. 2 വർഷത്തോണ്ട് ഫസ്റ്റ് ഷിപ്പ് ഡെലിവർ ചെയ്യണം, ദെൻ 1 ഷിപ്പ് എവ്രി 5 months. ഇത് കേട്ട് ഷിപ്പ്യാർഡിൽ ഒരുപാട് പേര്, വളരെ സീനിയർ ആയിട്ടുള്ള ചില പേര് പറഞ്ഞു പെട്ടുപോകും, ഒരിക്കലും ചെയ്യരുത്, നമ്മളെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റില്ല. അന്ന് ഐ വാസ് ഹെഡിങ് ദ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്. ഈ പ്രോജക്റ്റ് ഞാനായിരുന്നു ഹെഡ് ചെയ്തിരുന്നത്. ഞാനും എൻ്റെ ഇമ്മീഡിയറ്റ് ബോസും കൂടെ ഞങ്ങളിത് സംസാരിച്ച് സീനിയർ മോസ്റ്റ് അന്നത്തെ ചെയർമാനും എല്ലാവരും കൂടെ കുറച്ച് ഫൈറ്റ് ചെയ്യേണ്ടി വന്നത്. ആ ഫൈറ്റ് ഇന്ന് പേഴ്സണലി ഞാനത് എല്ലായിടത്തും പറഞ്ഞിട്ടുള്ളൊരു കഥയാണ്. ആ ഒരു പോയിന്റിൽ ഐ ഹാഡ് ടു ആക്ച്വലി പുഷ് ദ CMD ഓഫ് ദറ്റ് ഡേ. ആ CMD വളരെ ഞാനുമായിട്ട് ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള CMD ആയിരുന്നു. വളരെ നല്ല ആൾക്കാരായിരുന്നു CMD, ഡയറക്ടർ ഓപ്പറേഷൻസ്. പക്ഷെ ദ ബിലീഫ് വാസ് നോട്ട് ദർ. കാരണം ഇത് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ പെട്ടുപോകും. ആൻഡ് ഫൈനലി ഒരു ദിവസം ഞാനിപ്പോൾ റിട്ടയർമെൻറ്റ് സ്പീച്ചിൽ പറഞ്ഞാണത്, വൈകുന്നേരം 5:30 ഞാൻ ഷിപ്പ്യാർഡിൽ നിന്ന് പുറത്തിറങ്ങായിരുന്നു. അന്ന് ഈ കോൾ എടുക്കണം, ഈ ഓർഡർ എടുക്കണോ വേണ്ടേ എന്നുള്ളത്. അതിൽ ഡെൻമാർക്ക് എന്നുള്ള ആ കമ്പനിയുടെ ഹെഡ് സൊറൻ ഹാൽസ്റ്റഡ് എന്നാണ് അങ്ങേരെ പേര്. സൊറൻ ഹാൽസ്റ്റഡ് പറഞ്ഞൊരു സെൻറ്റൻസ് എൻ്റെ മൈൻഡിൽ കിടക്കായിരുന്നു അന്നത്തെ ദിവസം. ആൻഡ് ഹി വെൻ ബാക്ക് ടു ഡെൻമാർക്ക് ദറ്റ് ഡേ. കാരണം നമ്മൾ പറഞ്ഞു വി ആർ നോട്ട് ടേക്കിംഗ് ദിസ് കോൺട്രാക്ട്. പുള്ളി യൂസ് ചെയ്ത സെൻറ്റൻസ് വളരെ ഇൻട്രസ്റ്റിംഗ്. പുള്ളി പറഞ്ഞു, മധു, ദ പ്രോബ്ലം വിത്ത് കൊച്ചിൻ ഷിപ്പ്യാർഡ് ഈസ് ദാറ്റ് യു ഗൈസ് ഡോണ്ട് സീം ടു ബിലീവ് ഇൻ യുവർ സെൽഫ് ദ വേ വി ബിലീവ് ഇൻ യു. പുള്ളി അത് റിപ്പീറ്റ് ചെയ്തു. ഇറ്റ് ലുക്സ് ലൈക്ക് യു ഡോണ്ട് ബിലീവ് ഇൻ യുവർ സെൽഫ് ദ വേ വി ബിലീവ് ഇൻ യു. 400 കപ്പലുള്ള കമ്പനിയാണ് ക്ലിപ്പർ ഗ്രൂപ്പ്. അന്ന് അവർ ലോകത്ത് പലയിടത്തും ഷിപ്പ് പണിതുണ്ട്. അവർ കാണുമ്പോൾ ഈ ഷിപ്പ്യാർഡിന് ഇത് ചെയ്യാം, പക്ഷെ നമുക്ക് വിശ്വാസമില്ല. ഐ വെൻ ബാക്ക്. വൈകുന്നേരം 5:30 ഞാൻ ഷിപ്പ്യാർഡ് ഗേറ്റ് ക്രോസ് ചെയ്യായിരുന്നു. ഞാനായിരുന്നു അന്ന്, ഞാൻ ഈ പറഞ്ഞ എൻ്റെ ഇമ്മീഡിയറ്റ് ബോസ്, പുള്ളി ഇപ്പോഴും ഇവിടെ അടുത്ത് തന്നെ ഉണ്ട്. അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞു, ലെറ്റ്സ് ഫൈറ്റ് ദിസ് ഔട്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, മൈ ഫുൾ ബ്ലെസ്സിങ്സ് ആർ വിത്ത് യു, യു ഗോ ആൻഡ് ഫൈറ്റ് ഇറ്റ് ഔട്ട്. കാരണം ഒരു ഏജ് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഫൈറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാനും എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ ഞാൻ ഈ ഷിപ്പ്യാർഡിൽ നിന്ന് പുറത്തേക്ക് വരികയായിരുന്നു. ബട്ട് ദെൻ ഐ ജസ്റ്റ് കോൾ മൈ ഡയറക്ടർ ഓപ്പറേഷൻസ്, അന്ന് ജിതേന്ദ്രൻ എന്ന് പറഞ്ഞ
സാറായിരുന്നു. ഒരു അരമണിക്കൂർ മീറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. സോ ഐ വെൻ ബാക്ക്. വൈകുന്നേരം 5:30 തൊട്ട് രാത്രി ഏതാണ്ട് 8:30 വരെ, ഓൾമോസ്റ്റ് 3 മണിക്കൂർ, അരമണിക്കൂറിന് നേരം 3 മണിക്കൂറോളം ഞാനവിടെ ഉണ്ടായിരുന്നു. അന്ന് ഞാൻ എന്തൊക്കെ പറഞ്ഞെന്നുള്ളത് ഐ പുഷ്ഡ് ഹിം. ഐ സെഡ് ഐ ഹാഡ് ടു ഫൈനലി സേ, we don't deserve to be in Cochin Shipyard if we don't take this contract. Or ഞാൻ വി എന്നും പറഞ്ഞു. ഐ ഈവൻ ടോൾഡ് യു ഡോണ്ട് ഡിസേർവ് ടു ബി സിറ്റിംഗ് ഇൻ ദ ചെയർ എന്നും പറഞ്ഞു. പക്ഷേ ഇതിനകത്ത് 2 പാർട്ട് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം എനിക്ക് 3 മണിക്കൂർ സമയം തന്നു. ഹി കുഡ് ഹാവ് ത്രോൺ മീ ഔട്ട് ഓഫ് ദ റൂം. സി, അതാണ് അതിൻ്റെ ബ്ലെസ്സിങ്. സി, ഇത് കേൾക്കാനുള്ള ഒരു മനസ്സുണ്ടായിരുന്നു. എൻ്റെ ആ മുറിയിൽ നിന്ന് രാത്രി പുറത്തിറങ്ങുമ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ നാളെ കാലത്ത് വരും. I'll bring a letter also, and you will have both options. എൻ്റെ റെസിഗ്നേഷൻ ലെറ്റർ ആയിരിക്കും. അപ്പോൾ യു ക്യാൻ either take the resignation or allow for the contract to be taken. പിറ്റേ ദിവസം കാലത്ത് കൊച്ചിൻ ഷിപ്പ്യാർഡ് ആ കോൺട്രാക്ട്സ് എടുത്തു. റെസിഗ്നേഷൻ അല്ല എടുത്ത്. ഐ ഹാഡ് ദ റെസിഗ്നേഷൻ ലെറ്റർ ഇൻ ദ ഹാൻഡ്. പക്ഷേ ചെയർമാൻ, ഡയറക്ടർ ഓപ്പറേഷൻസ്, ഡയറക്ടർ ഫൈനാൻസ് 3 പേരും കൂടെ ചേർന്ന് യു ഡു വാട്ട് എവർ യു വോണ്ട്. ആ പ്രോജക്റ്റ് കൊച്ചിൻ ഷിപ്പ്യാർഡിന് ഒരു വലിയ ചേഞ്ച് ആയിരുന്നു. ആ പ്രോജക്റ്റ് 6 കപ്പൽ പണിതു. 6ാമത്തെ കപ്പല്, ആദ്യത്തെ കപ്പല് 2 വർഷവും 4 മാസം 4 months കൂടുതലെടുത്തു ഞങ്ങള്. ബട്ട് ബൈ ദ ടൈം വി കെയിം ടു ദ 6th ഷിപ്പ് 105 days ahead of schedule, 3.5 മാസം ahead of schedule ഡെലിവറി ചെയ്തു. $2 million ഇന്നത്തെ ലെവലിൽ ഏതാണ്ട് അന്നത്തെ ഇതിൽ ഏതാണ്ട് 12 കോടി രൂപ ബോണസ് ആ കമ്പനി തന്നു നമുക്ക്. ഇവിടുത്തെ പേപ്പറുകളിൽ ബാക്ക് പേജ് ആഡ് കൊടുത്തു ഞങ്ങൾ. ആ കമ്പനിയോട് ഞങ്ങൾ സംസാരിച്ച്, ഞങ്ങളുടെ കയ്യിൽ പൈസ ഇല്ല ഇങ്ങനെ ആഡ് കൊടുക്കാൻ. അവർ ആഡ് കൊടുത്തു. തൊഴിലാളികൾക്ക് എല്ലാ ഗേറ്റിലും ശ്രീകൃഷ്ണ സ്വീറ്റ്സ് എന്നുള്ള മിഠായി, ഒരു സ്വീറ്റ് ബോക്സ് ടു ഗോ ബാക്ക് ഹോം, അവിടെ കഴിക്കാനല്ല. പക്ഷേ ഈ ഫുൾ പേജ് ആഡ് ഇൻ ഓൾ പേപ്പേഴ്സ്, ദേശാഭിമാനി, ജന്മഭൂമി അടക്കം ഉള്ള പേപ്പറുകളിൽ, കാരണം നമുക്ക് നമ്മുടെ തൊഴിലാളികൾ കണക്റ്റഡ് ആയിട്ടുള്ള മെയിൻ ലൈൻ പത്രങ്ങളും, മാതൃഭൂമി, മനോരമ, ഇന്ത്യൻ എക്സ്പ്രസ്, ഹിന്ദു, ദേശാഭിമാനി, കാരണം അറിയാമല്ലോ തൊഴിലാളികളെ കണക്ട് ചെയ്യുന്ന പേപ്പേഴ്സ് ഉണ്ട്. ഈ പേപ്പേഴ്സ് എല്ലാവരിലും ഇതിൻ്റെ ബാക്ക് പേജിൽ കൊച്ചിൻ ഷിപ്പ്യാർഡ് ഡെലിവറിങ് ഷിപ്സ്. ഈ ഷിപ്പ് ഡെലിവറി ഒരെണ്ണത്തിൽ ബഹാമാസിൻ്റെ പ്രൈം മിനിസ്റ്ററിൻ്റെ വൈഫാണ് വന്നത്. ഈ 6 കപ്പലോടുകൂടി കൊച്ചിൻ ഷിപ്പ്യാർഡിലെ തൊഴിലാളികളുടെ ആത്മവിശ്വാസം മാറി. പീപ്പിൾ ഹാഡ് എ സ്പ്രിങ് ഇൻ ദ വാക്ക്, ദേ ഹാഡ് ഡ്രൂപ്പിംഗ് ഷോൾഡേഴ്സ് എല്ലാം മാറി. ഇതിൻ്റെ അറ്റത്തായപ്പോഴത്തേക്ക് ഇനി കപ്പൽ എവിടെയാ, ഈ അടുത്ത ഷിപ്പ് എവിടെയാ എന്നുള്ളതായിരുന്നു ചോദ്യം. അവിടുന്ന് തൊട്ട് യൂറോപ്പിലേക്ക് ഒരുപാട് ഷിപ്സ് നമ്മൾ ഡെലിവറി ചെയ്തു. പക്ഷേ ഈ പറയുന്ന പോലെ നമ്മളിപ്പോൾ അത് തീരുമാനം എടുത്തു, അതൊരു ഭയങ്കര പ്രോസസ്സായിരുന്നു. പക്ഷേ അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ ഇവരെല്ലാവരും ഇങ്ങനെ ഇവരാരും ചെയ്ത് ആ ഇംപ്ലിമെന്റേഷനുള്ള കഴിവ് ഷിപ്പ്യാർഡിൽ എന്നും ഉണ്ടായിരുന്നു. അപ്പൊ എന്താ ഇല്ലാതിരുന്നത്? ദർ വാസ് നോ ബിലീഫ്. ദ സെൽഫ് ബിലീഫും ഇല്ലായിരുന്നു, കമ്പനിക്ക് ബിലീഫും ഇല്ലായിരുന്നു. അപ്പം ഞാൻ എപ്പോഴും പറയുന്നത്, ഞാൻ ഇന്ന് റിട്ടയർ ചെയ്ത ഒരു വേളയിൽ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ, ഇഫ് ഐ ഹവ് ബീൻ ഏബിൾ ടു ബി പാർട്ട് ഓഫ് എ ലോങ് ജേർണി, ഏറ്റവും സാറ്റിസ്ഫൈങ് ആയിട്ടുള്ളത് വി ഹാവ് ബീൻ ഏബിൾ ടു ബിൽഡ് ബിലീഫ്. ഞാൻ പറയുന്നത് ഇറ്റ്സ് നോട്ട് അബൌട്ട് ബിൽഡിംഗ് ഷിപ്സ് ഓർ റിപ്പയറിംഗ് ഷിപ്സ്. അതാണ് ഞങ്ങളുടെ പ്രൊഫഷൻ, അത് ഞങ്ങൾ നന്നായി ചെയ്യണം. പക്ഷെ അതിൻ്റെ കൂടെ വി ആർ അപ്ഹോൾഡേഴ്സ് ഓഫ് ക്രെഡിബിലിറ്റി, വി ആർ അപ്ഹോൾഡേഴ്സ് ഓഫ് ട്രസ്റ്റ്, വി ആർ ക്രിയേറ്റേഴ്സ് ഓഫ് ബിലീഫ്. ഇന്ന് ഈ നാട് സംസാരിക്കുന്നു കൊച്ചിൻ ഷിപ്പ്യാർഡിനെ പോലെ ആവണം സ്ഥാപനം. ഞാൻ തുടങ്ങിയ കമ്പനി മുഴുവൻ കള്ളത്തരായിരിക്കും എന്ന് പറഞ്ഞ കമ്പനി, ഇന്ന് ആൾക്കാർ പറയണേ ഇതുപോലെ ആയിരിക്കണം സ്ഥാപനം. ഇന്ന് ഇന്ത്യ മാരിടൈം ഇന്ത്യ വിഷൻ 2030, മാരിടൈം അമൃത്കാൽ വിഷൻ 2047, ഇതിനകത്തെല്ലാം കൊച്ചിൻ ഷിപ്പ്യാർഡ് ഇൻവോൾവ് ചെയ്തിട്ടാണ് പോളിസി മാറ്റേഴ്സിൽ വരെ. കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ ഈ യൂറോപ്പിലേക്ക് ആദ്യം ഷിപ്സ് വിൽക്കുമ്പോൾ ആദ്യം എന്നോട് ചോദിച്ചാണ്, മധു, വാട്ട് ആർ യു സേയിങ്? യു ആർ സേയിങ് ദാറ്റ് യു ആർ ഗോയിങ് ടു സെൽ ഷിപ്സ് ഫ്രം ഹിയർ ടു നോർവേ? അന്നൊന്നും ഇന്ത്യന്ന് ഇപ്പൊ ഈ ചോദ്യത്തില് അന്ന് ഇന്ത്യന്ന് കപ്പല് പോട്ടെ, പെട്ടെന്ന് ഞാനിത് ആ സമയത്ത് എഗെയിൻ ഈ ക്രിയേറ്റിംഗ് ബിലീഫിന്റെ പാർട്ടായിട്ട് നമ്മൾ ഇന്ററാക്ട് ചെയ്യുമ്പോൾ പലർക്കും അന്നും വിശ്വാസമില്ലേ. അന്ന് ഞാൻ ചോദിക്കാറുണ്ട്, ഓൺ ദ ടോപ്പ് ഓഫ് യുവർ മൈൻഡ് ഒരു ഇന്ത്യൻ കമ്പനി എക്സ്പോർട്ടിങ് ഇൻ ടു വെസ്റ്റ് യൂറോപ്പ് പറയാവോ എന്ന് ചോദിക്കുമ്പോൾ ആൾക്കാർ പെട്ടെന്ന് ആലോചിക്കും.
എന്നിട്ട് പറയാൻ പേരുണ്ടാവില്ല, കുറച്ച് കഴിഞ്ഞാൽ പറയും TCS, ഇൻഫോസിസ് എന്ന് പറയും. ഞാൻ തമാശയ്ക്ക് പറയാം അവർക്കും പ്രോഡക്ട്സ് ഒക്കെ ഉണ്ട്, പക്ഷെ അന്നത്തെ കാലഘട്ടത്തിൽ ഞാൻ പറയും അവർ സർവീസ് കമ്പനിയാണ്, നിങ്ങളൊരു പ്രോഡക്റ്റ്. അത് ആലോചിക്കുമ്പോൾ പ്രോഡക്റ്റ് ഇല്ല, പെട്ടെന്ന് പറയാനില്ല. ശരിക്കും ഡീപ്പായി ആലോചിച്ചാൽ പ്രോഡക്ട്സ് ഒക്കെ ഉണ്ട്. പക്ഷെ വി ഹാഡ് ഇന്ന് 40-45 കപ്പലാണ് കൊച്ചിൻ ഷിപ്പ്യാർഡ് എവിടേക്കൊക്കെ വിറ്റിരിക്കുന്നത്. നോർവേ, ജർമ്മനി, നെതർലാൻഡ്സ്, യുണൈറ്റഡ് സ്റ്റേറ്റ്സിലേക്ക് 4 ഷിപ്സ് ടു ദ US, സൈപ്രസ്, ബഹാമാസ്. അപ്പോൾ ഇവിടേക്ക് എല്ലായിടത്തേക്കും ആൻഡ് ക്വാളിറ്റി വൈസ് ദ ബെസ്റ്റ് ഇൻ ക്ലാസ് ഇൻ ദ വേൾഡ്. ഞങ്ങളുടെ ഷിപ്സിൻ്റെ ക്വാളിറ്റി ഇൻ്റർനാഷണലി അത്രയും അക്ലെയിംഡ് ആണ്. ഐ സ്റ്റഡീഡ് ഇൻ എറണാകുളത്ത്. ഞാൻ ചെറുപ്പത്തിൽ 4ാം ക്ലാസ് വരെ ബോംബെയിലായിരുന്നു. അത് കഴിഞ്ഞ് എറണാകുളത്ത് വന്ന് 10ാം ക്ലാസ് വരെ എറണാകുളത്തെ അന്നത്തെ പച്ച മലയാളത്തിൽ പറഞ്ഞ ഏറ്റവും തല്ലിപ്പൊളി സ്കൂൾ എന്ന് പറഞ്ഞിരുന്ന സെയിൻറ്റ് ആൽബർട്ട്സ് ഹൈസ്കൂളിൽ. ബട്ട് ദാറ്റ് സ്കൂൾ ഈസ് എ ഗ്രേറ്റസ്റ്റ് സ്കൂൾ. അതാണ് സ്കൂള്, അങ്ങനെ ആയിരിക്കണം ഒരു സ്കൂള്. ആ സ്കൂളെന്ന് പറഞ്ഞാൽ ആ സ്കൂള് പഠിപ്പിക്കുന്ന സബ്ജക്ട്സ് അല്ല, ആ സ്കൂള് പഠിപ്പിക്കുന്ന ലൈഫാണ്. അവിടെ നമ്മുടെ കൂടെ എറണാകുളത്തെ ഏറ്റവും റിച്ചസ്റ്റ് ആൾക്കാരുണ്ട്. ആ റിച്ചസ്റ്റ് ആൾക്കാർക്ക് വേണ്ടി ജോലി ചെയ്യുന്ന ഹെഡ് ലോഡ് വർക്കറിൻ്റെ മക്കളും ഉണ്ട്.